എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രേക്ഷകർ ഏറെ നാളുകളായി കാത്തിരിക്കുന്ന മമ്മൂക്ക ചിത്രമായ ബസൂക്ക ഇന്ന് തിയേറ്ററുകളിൽ എത്തുകയാണ്. ഈ ഒരു വീഡിയോയിലൂടെ ബസൂക്ക സിനിമയുടെ ഫൈനൽ കേരള പ്രീസെയിൽ കളക്ഷൻ ഓരോ ജില്ല തിരിച്ചും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഡിനോ ഡെന്നിസിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന മലയാളത്തിൽ ആദ്യമായിട്ട് ഗെയിം ത്രില്ലർ എന്നൊരു കാറ്റഗറി പരീക്ഷിക്കുന്ന ചിത്രമാണ് ബസൂക്ക. ഏകദേശം 2.5 കൊല്ലമായി ബസൂക്കയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ഏപ്രിൽ 10, അതായത് ഇന്ന് രാവിലെ 9 മണിക്കാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കേരളത്തിലടക്കം ആരംഭിക്കുന്നത്. ഇന്നലെ മാത്രം ബുക്ക് മൈ ഷോയിലൂടെ ബസൂക്കയുടെ പേരിൽ വിറ്റുപോയത് ഏകദേശം 38,000-ൽ പരം ടിക്കറ്റുകളാണ്. ഇനി നമുക്ക് ബസൂക്ക സിനിമയുടെ ഫൈനൽ കേരള പ്രീസെയിൽ എത്രയായി, ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഫൈനൽ അഡ്വാൻസ് സെയിൽ എത്രയായി, അതിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് ആദ്യ ദിവസം ബസൂക്കയുടെ പേരിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 110 ഷോകളാണ്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 9,224 പ്രേക്ഷകരെയാണ്. അവിടുത്തെ ഇന്നത്തെ ഗ്രോസ് അഡ്വാൻസ് സെയിൽ 17 ലക്ഷം രൂപ കടന്നിരിക്കുകയാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 26%. കൊല്ലത്തിലേക്ക് വരുമ്പോൾ 79 ഷോകളാണ് ബസൂക്കക്ക് ആദ്യ ദിവസം ട്രാക്ക് ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകരായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 7,665 പ്രേക്ഷകരെയാണ്. അവിടുത്തെ ഇന്നത്തെ അഡ്വാൻസ് ഗ്രോസ് എന്ന് പറയുന്നത് 12 ലക്ഷത്തിന് മുകളിലാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 30% മുകളിലും. ഇനി പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ 15 ഷോകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,617 പ്രേക്ഷകരെയാണ്. അവിടുത്തെ ഇന്നത്തെ ഗ്രോസ് കളക്ഷൻ അഡ്വാൻസിലൂടെ നേടിയിരിക്കുന്നത് 2 ലക്ഷത്തിന് മുകളിലാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി മികച്ചതാണ്. 42% മുകളിൽ പത്തനംതിട്ടയിൽ ആവറേജ് ഒക്യുപ്പൻസി ഉണ്ട്. ഇനി ആലപ്പുഴയിലേക്ക് വരുമ്പോൾ 54 ഷോകളാണ് ഇന്ന് അവിടെ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 6,308 പ്രേക്ഷകരെ ട്രാക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഇന്നത്തെ ഗ്രോസ് വന്നിരിക്കുന്നത് അഡ്വാൻസ് സെയിലിലൂടെ 9 ലക്ഷത്തിന് മുകളിലാണ്. 31% ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി. ഇനി കോട്ടയത്തിലേക്ക് വരുമ്പോൾ 58 ഷോകളാണ് ബസൂക്കയുടെ പേരിൽ ഇന്ന് ആഡ് ചെയ്തിരിക്കുന്നത്, ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 5,467 പ്രേക്ഷകരെയാണ്. അവിടുത്തെ ഇന്നത്തെ അഡ്വാൻസ് ഗ്രോസ് എന്ന് പറയുന്നത് 8 ലക്ഷത്തിന് മുകളിലാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി കോട്ടയത്ത് ഇന്ന് 26% മുകളിലാണ്. ഇടുക്കിയിലേക്ക് വരുമ്പോൾ 28 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,679 പ്രേക്ഷകരെയാണ്. ഗ്രോസ് ആയി അഡ്വാൻസിലൂടെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 2,73,000-ൽ പരം അഡ്വാൻസ് ഗ്രോസ് ആണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 25%. ഇനി എറണാകുളത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും അധികം ഷോകൾ ട്രാക്ക് ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് തന്നെയാണ്. 153 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഓഡിയൻസിനെയും ട്രാക്ക് ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് തന്നെയാണ്. ബസൂക്ക നിലവിൽ 20,000-ന് മുകളിലുള്ള ഓഡിയൻസ് ആണ് എറണാകുളത്ത് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും മികച്ച ബസൂക്കയുടെ അഡ്വാൻസ് സെയിൽ നടന്നിരിക്കുന്നതും എറണാകുളത്ത് തന്നെയാണ്. 39 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് സെയിൽ. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി വളരെ മികച്ചതാണ്, 41%-ന് മുകളിലും. ഇനി തൃശ്ശൂരിലേക്ക് വരുമ്പോൾ 116 ഷോകളാണ് ബസൂക്കയുടെ പേരിൽ ഇന്ന് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 9,709 പ്രേക്ഷകരെയാണ്. അവിടുത്തെ ഇന്നത്തെ അഡ്വാൻസ് സെയിൽ, അഡ്വാൻസ് പ്രീ സെയിൽ 14 ലക്ഷം രൂപ കടന്നിരിക്കുന്നു. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 27%. ഇനി പാലക്കാടിലേക്ക് വരുമ്പോൾ 71 ഷോയാണ് ബസൂക്കയുടെ പേരിൽ ഇന്ന് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം 4,351 പ്രേക്ഷകരെയാണ്. അഡ്വാൻസ് സെയിൽ 6 ലക്ഷത്തിന് മുകളിൽ നേടിക്കഴിഞ്ഞു. ഇതുവരെ ഒക്യുപ്പൻസി എന്ന് പറയുന്നത് പാലക്കാട് 19%-ന് മുകളിലാണ്. ഇനി മലപ്പുറത്തിലേക്ക് വരുമ്പോൾ 88 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 10,797 പ്രേക്ഷകരെയാണ്. അഡ്വാൻസ് ഗ്രോസ് മലപ്പുറത്ത് നിന്നും ബസൂക്ക സ്വന്തമാക്കിയിരിക്കുന്നത് 14 ലക്ഷത്തിന് മുകളിലാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി മികച്ചു നിൽക്കുന്നു, 40%-ന് മുകളിലാണ്. ഇനി വയനാട്ടിലേക്ക് വരുമ്പോൾ 19 ഷോ ട്രാക്ക് ചെയ്യുമ്പോൾ 1,387 പ്രേക്ഷകരെയാണ് ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത്. വയനാട്ടിലെ ഇന്നത്തെ ബസൂക്കയുടെ അഡ്വാൻസ് സെയിൽ 1,91,000 കടന്നിരിക്കുന്നു. 29% അഡ്വാൻസ് തിയേറ്റർ ഒക്യുപ്പൻസി. കോഴിക്കോടിലേക്ക് വരുമ്പോൾ 106 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 9,896 പ്രേക്ഷകരെ ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്യുമ്പോൾ അഡ്വാൻസ് സെയിൽ വന്നിരിക്കുന്നത് 16 ലക്ഷത്തിന് മുകളിലാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 35%-ന് മുകളിലും. ഇനി കണ്ണൂരിലേക്ക് വരുമ്പോൾ 66 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 9,262 പ്രേക്ഷകരെ. കണ്ണൂരിലെ അഡ്വാൻസ് സെയിൽ ബസൂക്കയുടെ ആദ്യ ദിവസം 14 ലക്ഷം രൂപ കടന്നിരിക്കുന്നു. ഏറ്റവും മികച്ച
മികച്ച തിയേറ്റർ ഒക്യുപ്പൻസി ഉള്ളത് കേരളത്തിൽ ഇപ്പോഴത്തെ കണ്ണൂരിലേക്ക് മാറിയിരിക്കുകയാണ്. 49% മുകളിലാണ് ചിത്രത്തിന്റെ തിയേറ്റർ ഒക്യുപ്പൻസി ബസൂക്കയുടേതായി കണ്ണൂരിൽ വന്നിരിക്കുന്നത്. ഇനി കാസർഗോഡിലേക്ക് വരുമ്പോൾ 23 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1394 പ്രേക്ഷകരെയാണ്. അഡ്വാൻസ് സെയില് കാസർഗോഡിലെ ബസൂക്കയുടെ ആദ്യ ദിവസത്തെ വന്നിരിക്കുന്നത് 1,89,000 പരമാണ്. ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 17%. അങ്ങനെ ടോട്ടൽ നിലവിൽ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ 986 ഷോകളാണ് ബസൂക്കയ്ക്ക് വേണ്ടി ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് ടോട്ടൽ 98,000 കടന്നിരിക്കുന്നു. അതായത് 98,791 പ്രേക്ഷകരെയാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ബസൂക്കയുടെ ഫൈനൽ കേരള പ്രീസെയിൽ കളക്ഷൻ 1,61,00,000 രൂപ കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ തിയേറ്ററിലെയും ടോട്ടൽ ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 32% മുകളിലാണ്. ഫൈനൽ പ്രീസെയിലൂടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 22 ലക്ഷത്തിന് മുകളിലും ഓവർസീസ് പ്രീസെയിലൂടെ 75 ലക്ഷത്തിന് മുകളിലുമാണ് ബസൂക്ക സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഫൈനൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനിലൂടെ ആദ്യ ദിവസം ബസൂക്ക സ്വന്തമാക്കിയിരിക്കുന്നത് 2,60,00,000 മുകളിലാണ്. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഇന്ന് ബസൂക്ക കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.